மண்டே இருக்கும் ஆனா கொண்டே இருக்காது. അപ്പൊ പോട്ടെ കുട്ടു. ഓക്കെ ഫ്രണ്ട്സ്, 8 പേരുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ. നമുക്ക് രാത്രി 9 മണിക്ക് കാണാം. സൺഡേ മറക്കല്ലേ, നമുക്ക് ടുഗദർ വെക്കാം. ഗരു മുങ്ങിയെന്ന് തോന്നുന്നു. ഗരുവിനെ കൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ലൈവിൽ പറയിപ്പിക്കാം. ഇങ്ങനൊരു ഇമോജി ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ ആലോചിക്കുക. ആലോചന എന്തായിരിക്കും എന്ന് ആലോചിക്കില്ലത്. 21 ലക്ഷം വ്യൂസ് ഒരു വർഷത്തിനുള്ളിൽ നല്ല അച്ചീവ്മെൻ്റ് ആണ്. ആണോ റോക്ക്? ആണോ? കൊള്ളാം അല്ലേ? പിന്നെ അല്ല, നിങ്ങളൊക്കെ ഉണ്ടാകുമ്പം എനിക്ക് എന്ത് പേടി. അതുപോലെ നമ്മുടെ മീര ക്രിയേഷൻസ് കണ്ടോ, മെയില് കഴിഞ്ഞ മാസം ഞാൻ ഏതോ ഒരു ദിവസം എടുത്തതാണ്. കഴിഞ്ഞ മാസം അതിപ്പോൾ ആ ഷോട്ടിൻ്റെ ഇത് പോകുന്നുണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. GK എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ എനിക്കെന്ത് ഭയം. ഞാൻ ലൈക്ക് പൊട്ടിച്ചു. സെൽഫ് ഡിഫെൻസ് പഠിച്ചാൽ മതി, മർമ്മസ്ഥാനങ്ങൾ മനസ്സിലാവും. അതിന് ആനുപാതികമായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. നമ്മൾക്ക് നേരെ ഇപ്പം എങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തടുക്കൂലേ, ഇങ്ങനെയൊക്കെ തടുക്കൂലേ, അത് നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ അല്ലേ, ഇവിടേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ അതറിയണം ശരിക്കും. ദൂരെ ഒരു തോണി. സൂരജ് ബ്രോ കണ്ടോ, കരയിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴോ എവിടെയോ വന്നെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഒരു മനസ്സ് കരയിൽ കാത്തിരിക്കുന്നുണ്ട്. ആ തോണിയിൽ ഒരു മനസ്സുണ്ട്. ആ തോണിയിലെ മനസ്സ് കരയിൽ എത്തുമെന്ന് പറഞ്ഞിട്ട്. ഈർക്കൈ തമിഴ് പടം കണ്ടിട്ടുണ്ടോ? അതിൽ അതുപോലത്തെ ഒരു സ്റ്റോറി ഉണ്ട്. കാരണം നല്ലൊരു ഫീലുള്ള ഒരു മൂവിയാണ്. 107 മർമ്മമുണ്ട് മനുഷ്യര്. 107 ഇത്രയുണ്ടോ? ഇത് പിന്നെ പഠിക്കണമെങ്കിൽ ഇനി ഒരു കിതാബ് വാങ്ങണ്ടേ? ഇവിടെ പറഞ്ഞൊരു സബ്ബാക്കാൻ ആളുണ്ടല്ലോ. അല്ല അതില്ലേ GK വരുന്നുണ്ട് കുട്ടു. GK ഞാൻ എല്ലാവരും മറ്റേ എന്താണ് മീരാസ് ക്രിയേഷൻ കൂട്ടാക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അത് വരുന്നുണ്ട്. പിന്നെ ഞാൻ വെറുതെ ഇത് നമ്മുടെ ഞാനിങ്ങനെ തമാശയും കാര്യങ്ങളായിട്ട് പോകില്ല. അത് കുറച്ച് എഡ്യൂക്കേറ്റഡ് പരമായിട്ടുള്ളതല്ലേ. എങ്കിൽ പിന്നെ അത് ഇത്തിരി ആ ലെവലിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അധികം പബ്ലിസിറ്റി വേണ്ടത്. കല്ല് എടുത്ത് എറിഞ്ഞാൽ എല്ലാം തീർന്നു. ആണോ? ഞാൻ ഇങ്ങനെയാണ് തടുക്കാറുള്ളത്. വേണ്ട, ഈ ഒരൊറ്റ തടുക്കലോടുകൂടി 100 എത്രയും മർമ്മം പറഞ്ഞു. 107 മർമ്മവും അവിടെ നിന്നു അല്ലേ? കൊള്ളാം. കൊച്ചു മുതലാളിയും കറുത്തമ്മയും. അതെ, ചെമ്മീൻ കൊച്ചു മുതലാളി, എൻ്റെ കൊച്ചു മുതലാളി, അങ്ങനെയല്ലേ ഷീലാമ്മയുടെ സൗണ്ട്. എൻ്റെ കറുത്തമ്മയാണ് പരീക്കുട്ടിയാണ് കറുത്തമ്മയാണ്. തോമാച്ചയൻ 22 സബ്. സൂരജ് ബ്രോ അല്ല, സൂരജ് ഏട്ടൻ. എനിക്ക് 51 വയസ്സുണ്ട്. സൂരജ് ചേട്ടൻ. ഇനി അങ്ങനെ വിളിക്കാം, സൂരജ് ഏട്ടൻ വിളിക്കാം. ബ്രോ ഒന്നും വേണ്ട. ശരി, ഇതാ അടുത്തത് ശിവൻ ചേട്ടൻ. 108 മർമ്മങ്ങളാണ്. 108. ഇതൊക്കെ എന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറഞ്ഞ ചേട്ടന്മാരാണ്. ശിവശങ്കർ ചേട്ടൻ, ശിവൻ ചേട്ടൻ, സൂരജ് ചേട്ടൻ. തീർച്ചയായിട്ടും ചേട്ടാന്ന് വിളി. എന്തുകൊണ്ട് എനിക്ക് ചേട്ടാന്ന് വിളിക്കേണ്ട റൈറ്റ് ഉണ്ട്, വിളിക്കും. നമ്മളെയൊക്കെ ആര് സബ് ചെയ്യാൻ കൂട്ടൻ? ഞാൻ ഉണ്ട് ഇവിടെ. 3 സബ് അങ്ങ് വരും. നമ്മളെയൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഞാനുണ്ട് ഇവിടെ. നമ്മളൊക്കെ സെലിബ്രിറ്റി അല്ലല്ലോ. ഒറ്റ കുത്തു വെച്ചിരുന്ന 108 അല്ല 119. എന്തോന്നിത്? ഏതിലെങ്കിലും ഒന്നിൽ നിൽക്കും. ഒരിറ്റ മർമ്മം എനിക്ക് അതിലൊന്നും കൊടുത്ത നമ്മുടെ സെൽഫ് ഡിഫെൻസിൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു കൊറ്റു മർമ്മത്തിൽ അവർ വീഴണം. അതുപോലത്തെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ മതി. ചേച്ചിയമ്മേ ഹായ്. മർമ്മം കൂടി ചക്കരെ, സെലിബ്രിറ്റി ആകാം റോക്ക്. അതന്നെ കുട്ടു. ചേച്ചിയമ്മേ ലൈക്ക് 41. താങ്ക് യു ചേച്ചിയമ്മേ. ചായ കുടിച്ചോ? പത്ത് പേരുണ്ട്. 10 പേര് ഇപ്പം ലൈക്ക് കഴിഞ്ഞാൽ, ലൈക്കാത്തവർ ലൈക്കാൽ 50 ലൈക്കാവും. പക്ഷെ അമ്മ ആരും ലൈക്കുന്നില്ല.